നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ സമരത്തിനെതിരെ വലിയ രീതിയിലുള്ള ചില വ്യാജ പ്രചരണങ്ങളും നടന്നിരുന്നു. അത്തരത്തിലൊന്നാണ് സിഖ് സമുദായത്തിലെ സായുധ വിഭാഗമായ നിഹാംഗുകൾ സമരവേദിയിലെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നത്. ഈ ആരോപണത്തോടൊപ്പം പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്ക് CJP സമരവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. നേരത്തെ ഉത്തരാഖണ്ഡിൽ നടന്ന സംഭവത്തിലുണ്ടായ ദൃശ്യങ്ങളാണ് ഇവിടെ തെറ്റായി പ്രചരിപ്പിച്ചത്. നിഹാംഗ് വിഭാഗത്തിൽ പെടുന്നവർ സമരസ്ഥലത്തെത്തി വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണുന്നത് പോലൊരു സംഭവം നടന്നതായി ഒരു റിപ്പോർട്ടുമില്ല. വീഡിയോയിൽ കാണുന്നത് സായുധരായ നിഹാംഗുകൾ രാത്രിയിൽ ബാരിക്കേഡുകൾ മറികടന്ന് വരുന്നതാണ്. ബാരിക്കേഡിന് മറുവശത്ത് നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇതിലെ ഒരു യുവാവ് വാൾ ഉയർത്തി കാണിക്കുന്നതും കാണാം. 48 സെക്കൻഡ് ഉള്ള ആ വീഡിയോയിൽ എവിടെയും സമരക്കാരെ കാണാനില്ല. ബാരിക്കേഡുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന സിഖുകളും അവിടെ വിന്യസിച്ചിരിക്കുന്ന പോലീസും സൈനികരും മാത്രമാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഈ സംഭവം ഇക്കഴിഞ്ഞ ജൂൺ 25 രാത്രിയിലായിരുന്നു നടന്നത്. ജൂൺ 16 ഹേമകുണ്ട് സാഹിബ് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ നിഹാംഗുകളും കർണപ്രയാഗിലെ നാട്ടുകാരും തമ്മിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി ചില തർക്കങ്ങളും അതിനെ തുടർന്ന് അക്രമം ഉണ്ടായിരുന്നു. തുടർന്ന് 4 നിഹാംഗുകളെ ഉത്തരാഖണ്ഡ് പോലീസ് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഈ അറസ്റ്റ് ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് നിഹാംഗ് വിഭാഗങ്ങൾ ജൂൺ 20 പ്രതിഷേധിക്കുകയും അറസ്റ്റിലായവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ജൂൺ 25 രാത്രി മൊഹാലിയിൽ എത്തിയ ഒരു സംഘം നിഹാംഗുകൾ ഹിമാചൽ ഉത്തരാഖണ്ഡ് അതിർത്തിയിലെ കുൽഹാൽ ചെക്ക് പോസ്റ്റിലെ ബാരിക്കേഡുകൾ തകർത്ത് സംസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ അതിർത്തിയിൽ സംഘർഷവും ഗതാഗത കുരുക്കും ഉണ്ടായി. ജില്ലാ ഭരണകൂടവും പോലീസ് ഉദ്യോഗസ്ഥരും നിഹാംഗ് നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ആ കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പു നൽകിയതിനെ തുടർന്ന് സ്ഥിതിഗതികൾ ശാന്തമാവുകയും ചെയ്തിരുന്നു. ആ രാത്രി ഉത്തരാഖണ്ഡിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് CJP സമരവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. സംഘപരിവാർ അനുകൂല ഹാൻഡിലുകളാണ് ഇത് കൂടുതലായി പ്രചരിപ്പിച്ചത്. സിഖ് മതത്തിലെ സായുധരായ യോദ്ധാക്കളാണ് നിഹാംഗുകൾ. അനശ്വരർ ആയവർ എന്നാണ് നിഹാംഗ് എന്ന വാക്കിന്റെ അർത്ഥം. നീല നിറത്തിലെ പരമ്പരാഗത വസ്ത്രവും തലപ്പാവും ധരിച്ച് പടച്ചട്ടയണിഞ്ഞ് ഊരിപ്പിടിച്ച വാളും കുന്തവുമേന്തി കുതിരപ്പുറത്ത് വരുന്ന നിഹാംഗുകൾ സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. കുതിരപ്പുറത്ത് സർവായുധരായി എത്തിയ അവർക്കൊപ്പം പരിശീലനം സിദ്ധിച്ച പരുന്തുകളും ഉണ്ടായിരിക്കും. നേരത്തെ കർഷക സമരം നടക്കുമ്പോൾ അവർക്ക് പിന്തുണയുമായി ഇവർ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. കർഷകർക്കെതിരെ കേന്ദ്ര സർക്കാർ ബലം പ്രയോഗിച്ചാൽ തടുക്കാൻ മുന്നിൽ തങ്ങൾ ഉണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നിഹാംഗുകൾ അന്ന് സമരഭൂമിയിലേക്ക് വന്നത്. കർഷകരെ കേന്ദ്ര സർക്കാരിന്റെ ഡൽഹി പോലീസ് നേരിട്ട രീതിയിൽ പ്രതിഷേധം അറിയിച്ചായിരുന്നു നിഹാംഗുകളുടെ വരവ്. സഹജീവികളുടെ സുരക്ഷയാണ് തങ്ങളുടെ ചുമതലയെന്നും നിഹാംഗുകൾ പറയുന്നു. യുദ്ധസമയങ്ങളിലോ മറ്റ് അപകട സമയങ്ങളിലോ തങ്ങളുടെ ജനങ്ങളെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നും നിഹാംഗുകൾ കരുതുന്നു. കർഷകരോട് ഹിംസയാണ് ആ സർക്കാർ കാണിച്ചതെന്നും അതിനാൽ അവർക്ക് സംരക്ഷണം നൽകാനാണ് തങ്ങൾ അവിടെ എത്തിയെന്നും നിഹാംഗുകൾ അന്ന് പറഞ്ഞിരുന്നു. 1699 ഗുരു ഗോവിന്ദ് സിംഗ് ആണ് നിഹാംഗ് സൈന്യം രൂപീകരിക്കുന്നത്. സിഖ് മതത്തിന്റെ ചരിത്രത്തിൽ നിരവധി അധിനിവേശ ശക്തികളെ പ്രതിരോധിച്ച കഥയും ഇവർക്കുണ്ട്. പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് നിഹാംഗ് എന്ന വാക്ക് ഉത്ഭവിച്ചതെന്നാണ് സിഖ് ചരിത്രകാരനായ ഡോക്ടർ ബൽവന്ത് സിംഗ് ധില്ലൻ പറയുന്നത്. എന്നാൽ സംസ്കൃതത്തിൽ നിഷാങ്ക് എന്ന വാക്കിനോടാണ് കൂടുതൽ സാമ്യമെന്നും ചരിത്രകാരന്മാർ സൂചിപ്പിക്കും. ഭയമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. നിഹാംഗുകളെ സംബന്ധിച്ച് അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നീല നിറം ദേശസ്നേഹത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. ആദ്യകാല സിഖ് സൈനിക ചരിത്രത്തിൽ നിഹാംഗുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അവരുടെ പല സൈനിക വിജയങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് നിഹാംഗുകളാണ്. പരമ്പരാഗതമായി യുദ്ധഭൂമിയിലെ ധീരതയ്ക്കും ക്രൂരതയ്ക്കും പേരുകേട്ട നിഹാംഗ് വിഭാഗം ഒരിക്കൽ സിഖ് സാമ്രാജ്യത്തിലെ സായുധ സേനയായ സിഖ് ഖൽസ സൈന്യത്തിൽ സ്വന്തമായി ഗറില്ല വിഭാഗങ്ങളടക്കം ഉണ്ടായിരുന്നവരാണ്. ഇന്ന് നിഹാംഗുകൾ സിഖ് മതവിശ്വാസികളുടെ ആദരവ് നേടുന്ന ചെറിയൊരു വിഭാഗമാണ്. സാധാരണ സിഖുകാരിൽ നിന്ന് വ്യത്യസ്തമായ പ്രാർത്ഥനകളും ആചാരങ്ങളുമാണ് നിഹാംഗുകൾ പിന്തുടരുന്നത്. കർശനമായ ചിട്ടകളും കഠിനമായ ജീവിത രീതികളും പിന്തുടർന്ന ഇവർക്ക് പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്ന ശീലമില്ല. 2 നേരം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. ആഹാരമോ പാർപ്പിടമോ തുടങ്ങി ഒന്നിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയാശ്രിത സമൂഹം കൂടിയാണ് നിഹാംഗുകൾ. സമരഭൂമിയിലായാലും അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ സ്വന്തം നിലയിൽ നിഹാംഗുകൾ നിറവേറ്റാറുണ്ട്. എല്ലായ്പ്പോഴും ആയുധങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ഗുരു നാനാക്കിന് ജയ് വിളിച്ച് മതബോധത്തോടെ പ്രാർത്ഥനാ നിർഭരമായാണ് നിഹാംഗുകളുടെ പ്രവൃത്തികൾ. ആയുധം ഇല്ലാത്തവനെ ആക്രമിക്കില്ലെന്നാണ് നിഹാംഗുകളുടെ നിയമം. എന്നാൽ ഉടവാൾ പുറത്തെടുത്താൽ രക്തം പുരളാതെ തിരികെ ഉറയിൽ ഇടില്ലെന്നതും ഇവർ പറയുന്നു. വാളും പരിചയം ശരീരത്തിന്റെ ഭാഗമായി കരുതുന്നവർ ചെരുപ്പ് ധരിക്കാറില്ല. നിരായുധരായവരെ ആരെങ്കിലും ആക്രമിക്കുന്ന കണ്ടാൽ ഉടനടി പ്രതികരിക്കുന്നവരാണ് നിഹാംഗുകൾ. അതിലവർ ജാതിയും മതവും ഒന്നും നോക്കാറില്ല.